നമുക്ക് ഒബ്ജക്ട്സ് ബേസിക് പ്രിമിറ്റീവ് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഷെൽസിൻ്റെ സഹായം തേടാം. അതായത് ഈ കാണുന്നതാണ് ഷെൽസ് എന്ന് പറയുന്നത്. അതിൽ കർവ്സ് ആൻഡ് സർഫസസ് ആൻഡ് പോളിഗൺസ്, ഈ രണ്ട് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മെന്യൂസിൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുള്ളിൽ നെർവ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നെർവ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഷേപ്സ് ഉണ്ട്. അതേപോലെ തന്നെയാണ് പോളിഗൺസിൽ വന്നു കഴിഞ്ഞാൽ പോളിഗൺസിന് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ വോളിയം പ്രിമിറ്റീവ്സും പ്രൊവൈഡ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ലൈറ്റ്സ്, ക്യാമറയും കർവുകളും കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ എല്ലാത്തിലും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം സർഫസിൻ്റെയും കാണാം, കർവ്സിൻ്റെയും കാണാം നമുക്ക്. ഓക്കെ, വോളിയം റിലേറ്റ് ചെയ്തിട്ടുള്ളതും അവിടെ തന്നെയുണ്ട്. പോളിഗണിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്ഫിയറിനെ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ആൻഡ് ഹോൾഡ്, ദെൻ ഡ്രാഗ്. നമുക്ക് എത്രയാണോ സൈസ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ സൈസിൽ വേണം അത് റിലീസ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത ഒബ്ജക്റ്റ്, അടുത്ത ബോക്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ദെൻ മുകളിലേക്ക് ഒന്ന് മൂവ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത സിലിണ്ടർ, ദെൻ കോൺ, പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുക. ദെൻ വരുന്നതാണ് നമുക്കൊരു പോളിഗൺ ടോറസ്. ടോറസ് ചെയ്യുമ്പോഴേ രണ്ടാമതൊരു ഓപ്ഷൻസും കൂടെ വരും. അതാണ് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് തന്നെ ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് റേഡിയസും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക, നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഒബ്ജക്ട്സ് ഒക്കെ ഒരു ബ്ലൂ ലൈനിൽ കാണിക്കുന്നത് ആ ഒബ്ജക്റ്റിനെ അത് ഇൻട്രാക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ ഒബ്ജക്റ്റിന് ഇൻ കേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തു. ഇപ്പോൾ അത് നല്ല ഒരു ഫ്ലോറസെൻ്റ് ഗ്രീൻ കളറിലാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ടൂള് ഫിനിഷ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനൊന്നുകൂടെ മൂവ് ചെയ്തു. ഇപ്പോഴും അതിൻ്റെ കളറിൽ ചേഞ്ച് വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ലെഫ്റ്റ് മൗസ് ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് വലിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ഇന്നർ റേഡിയസിൽ ഒരു ടൂള് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ടൂള് ഫിനിഷ് ആകുമ്പോഴാണ് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ലൈറ്റ് ബ്ലൂ കളറിലേക്കാണ് അത് മാറിയിരിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഞാൻ വീണ്ടും കാണിച്ചു തരാം. ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തു, നമ്മൾ ബേസിൻ്റെ റേഡിയസ് ചെയ്തു, അതിനുശേഷം ഹൈറ്റ് എത്ര വേണം എന്നുള്ളത് ആഡ് ചെയ്തു. ഇപ്പോഴും കളർ ചേഞ്ച് വന്നിട്ടില്ല. ഇതിനുശേഷം വീണ്ടും ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇന്നർ റേഡിയസും കൂടെ വന്നു. ഇപ്പോഴാണ് കളർ ചേഞ്ച് വരുന്നതും ഇവിടുത്തെ സെലക്ഷൻ പോകുന്നതും. ശ്രദ്ധിക്കേണ്ടത്, അപ്പോഴാണ് ആ ടൂള് ടോട്ടലി ഫിനിഷ് ആയിരിക്കുന്നത്. ഇനി ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഒബ്ജക്റ്റിനും നമുക്ക് ഈസിലി അതിൻ്റെ പാരാമീറ്റേഴ്സ്, നമുക്ക് ഒബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സിൽ ട്രാൻസ്ലേറ്റ്, റൊട്ടേറ്റ്, സ്കെയിൽ തുടങ്ങിയവ മാത്രമല്ലാതെ നമുക്കതിൻ്റെ ഇൻപുട്സിൽ വന്നു കഴിഞ്ഞാൽ റേഡിയസ്, ഈ കാണുന്ന ഒബ്ജക്റ്റിൻ്റെ റേഡിയസ് നമുക്ക് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, മിഡിൽ ബട്ടൺ ഡ്രാഗ് ചെയ്യുക, ഹോൾഡ് ചെയ്തിട്ട്. ഓക്കെ, ഇനി ഹൈറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഹൈറ്റിനെ സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഹൈറ്റ് നമുക്ക് കൂട്ടുവാനും കുറയ്ക്കാനായിട്ട് സാധിക്കും. ഹൈറ്റ് നമ്മൾ സ്കെയിൽ ചെയ്യുന്നതും ഇവിടെ വന്നിട്ട് ഇൻപുട്സിലെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതും രണ്ടാണ്. സ്കെയിൽ ചെയ്യുമ്പോൾ എൻറ്റയർ ജോമെട്രി സ്ട്രെച്ച് ആവും. ആ സ്ട്രെച്ച് ആവുന്നതും ഹൈറ്റ് നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ കൂട്ടുന്നതും തമ്മിൽ വ്യത്യസ്തമാണ്. എസ്പെഷ്യലി നമ്മളതൊരു ടെക്സ്ചർ ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മെഷീനിൽ എന്തെങ്കിലും എഡിറ്റ് പിന്നീട് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴാണ് ആ വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. പിന്നെ വരുന്നതാണ് തിക്നെസ്. തിക്നെസ്സിനെ സെലക്ട് ചെയ്യുക, നമുക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. പിന്നെ വരുന്നതാണ് സബ് ഡിവിഷൻ ആക്സസ്. ഈ ചുറ്റും കാണുന്നതാണ് സബ് ഡിവിഷൻസ് എന്ന് പറയുന്നത്. അതിനെ സെലക്ട് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സർക്കിൾ വന്നിട്ട് നല്ല സ്മൂത്ത് ആയിരിക്കും. ഡിക്രീസ് ചെയ്യും തോറും അതിൻ്റെ ഷേപ്പ് കുറച്ചും കൂടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഷേപ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിനെ അവലംബിക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് ഡിവിഷൻസ്. സബ് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇടയിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സബ് ഡിവിഷൻ ഹൈറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സെഗ്മെൻറ്റ്സ് ആഡ് ആവുകയാണ് ചെയ്യുക. പിന്നെ വരുന്നതാണ് ക്യാപ്സ്. ക്യാപ്സ് എപ്പോഴും ടോപ്പിൽ വരുന്നതാണ്. ക്യാപ്സിനെ സെലക്ട് ചെയ്യുക, വാല്യൂ കൊടുക്കുക.
ഇത് തന്നെ മറ്റൊരു ഷേപ്പിലും കൂടെ ഞാൻ കാണിച്ചു തരാം. സിലിണ്ടറിൽ വന്നു, ഇൻപുട്സിൽ വന്നു, റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം, സബ് ഡിവിഷൻ ആക്സിസ് നമുക്ക് ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യാം, സബ് ഡിവിഷൻ ഹൈറ്റ് ആഡ് ചെയ്യാം, സബ് ഡിവിഷൻ ക്യാപ്സ് ആഡ് ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്ക് ബോക്സിനെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസാണ് വരുന്നത്. നമുക്ക് ഫാസ്റ്റായിട്ട് സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യണം ഈക്വൽ ആയിട്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ സെലക്ട് ചെയ്യുക, മിഡിൽ ബട്ടൺ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഈസിലി നമുക്ക് ഇതേപോലെ ഷേപ്സിനെ ക്രിയേറ്റ് ചെയ്യാം. സെയിം തന്നെയാണ് സ്ഫിയറിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു സൈഡ് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പിൽ വ്യത്യാസം വരും. ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഈ ഷേപ്പ് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാം. അതെല്ലാം മറിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഈക്വലൻ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രണ്ടും കൂടെ സെലക്ട് ചെയ്യുക, ദെൻ മൂവ് ചെയ്യുക. നല്ലോണം സെഗ്മെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാ ഒബ്ജക്റ്റിനും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ലെഫ്റ്റ് മൗസ് ബട്ടൺ 1 ടൈം ക്ലിക്ക് ചെയ്താൽ മതി. മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. എല്ലാം കൂടെ സെലക്ട് ചെയ്യാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. കർവിൽ വന്നു കഴിഞ്ഞാൽ ബേസിക്കലി 2D ഷേപ്പുകളാണ് കർവിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതായത് സർക്കിള്. ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോഴേക്കും, അതായത് ഒരു പോളിഗൺ ക്രിയേറ്റ് ചെയ്തപ്പോൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ കർവിൽ വന്നപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോഴേക്കും ഇവിടെ ഒരു കർവ് വന്നു. അപ്പോൾ നമുക്കത് വേണ്ട. നമുക്ക് ആ കർവ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡ്രാഗ് ചെയ്തിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇൻട്രാക്റ്റീവ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനുണ്ട്. ക്രിയേറ്റിൽ വരിക, നർബ്സിൽ വരിക, അതിനുശേഷം ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇൻട്രാക്റ്റീവ് ക്രിയേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിനെ ഇനേബിൾ ചെയ്തിടുക. എന്നിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ റേഡിയസ് സെയിം രീതിയിൽ തന്നെയാണ്. റെക്റ്റാങ്കിൾ എടുക്കുന്നു, ഡ്രാഗ്. ദെൻ നമുക്ക് EP കർവ് ടൂളാണ് മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നത് സെലക്ട് ചെയ്യാൻ നമ്മുടെ പെൻ ടൂളൊക്കെ ഇല്ലേ, അതേപോലെയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് അത് സ്പ്ലൈൻ കർവ് ആയിട്ടാണ് വരിക. നമുക്ക് ടൂൾ ഫിനിഷ് ചെയ്യാനായിട്ട് എൻ്റർ ചെയ്യാം. ഇതെല്ലാം മറിച്ച് എനിക്കിങ്ങനെ കർവായിട്ട് വരണ്ട, ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് വന്നാമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂള് സെലക്ട് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സെലക്ഷൻ ടൂൾസിന് ഏറ്റവും താഴെയായിട്ട് പ്രീവിയസ്ലി നമ്മൾ എടുത്തിരിക്കുന്ന ആ ടൂൾ ഏതാണ് അത് കാണിച്ചു തരും. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ 6 ടൈപ്പ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലീനിയർ, പിന്നെ 2 ആയിട്ടുള്ളത്, ദെൻ ക്യൂബിക്കും ബേസിയറും, പിന്നെ 5 and 7 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും പോയിന്റ്സ് അതിൽ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. കർവിൻ്റെ ഡിഗ്രി അത്രയും പോയിന്റ്സിൽ അത് കർവായി മാറും. നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കർവ് വേണ്ടതുണ്ടെങ്കിൽ ചൂസ് ചെയ്യേണ്ടത് 1 ആണ്. ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും ആ ഷേപ്പ് പോകുന്നുണ്ടാവുക. ഓക്കെ. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പൊസിഷൻ ഈസിലി ഇങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും. അതായത് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത സമയത്താണ് എനിക്ക് തോന്നിയത് ഇവിടെ അല്ല, കുറച്ചും കൂടെ മൂവ് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ക്ലിക്ക് റിലീസ് ചെയ്യരുത്, അങ്ങനെ മൂവ് ചെയ്ത് വയ്ക്കാം. ദെൻ നമ്മുടെ ടൂൾ ഫിനിഷ് ആകുമ്പോൾ എൻ്റർ അടിക്കുക. ഈ ഒരു രീതിയിലാണ് ഇവിടെ കാണുന്ന കർവുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് നമ്മുടെ പെൻസിൽ എന്നുള്ളത്. പെൻസിൽ കർവ്. ഓക്കെ. അപ്പോൾ കർവുകൾ എന്തായാലും എല്ലാം കൂടെ ഒന്ന് എടുത്ത് നോക്കുക ആവശ്യാനുസരണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇനി ഞാനിങ്ങനെ സൂമിനൊക്കെ അങ്ങനെ ക്ലോസ് ആയിട്ട് വളരെയധികം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ സീനിൻ്റെ കറക്റ്റ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ F എന്നുള്ള കീബോർഡ് ഷോർട്ട് കട്ട് നമുക്ക് ഉപയോഗിക്കാം. ഫിറ്റ് ടു സ്ക്രീൻ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഫിറ്റ് ടു സ്ക്രീൻ എന്നുള്ള ഒന്നാണ് F എന്ന് പറയുന്നത്. ചിലർ പറയും ഫോക്കസ് ആണ്, ഫോക്കസ് ടു ഫ്രെയിം എന്ന് പറയും, ഫോക്കസ് ടു വ്യൂ പോർട്ട് എന്ന് പറയും. നമുക്ക് ഫിറ്റ് ടു വ്യൂ പോർട്ട് എന്നുള്ള ഓപ്ഷൻ ആണെന്ന് പഠിച്ചു പോവാം. ഇനി അടുത്തതാണ് നമ്മുടെ സർഫസസിൻ്റെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർഫസിൻ്റെയും ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സർഫസ് എന്ന് പറഞ്ഞാൽ പോളിഗൺ, പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പോളിഗണിൻ്റെ പോലെ തന്നെയുള്ള പ്രിമിറ്റീവ് ഷേപ്സ് ആണ്. പക്ഷേ എന്തായിരിക്കും, സെഗ്മെൻറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്മൂത്ത് കർവ് ഫീൽ ഉണ്ടായിരിക്കും. എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാനും മോഡൽ ചെയ്യാനും ഒക്കെ തന്നെ നമുക്ക് സർഫസസിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
ലോവസ്റ്റ് ആയിട്ടുള്ള മെഷ് കൗണ്ടിൽ നമുക്ക് ഫൈനസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സർഫസസിനെ ഉപയോഗിക്കാം. പക്ഷേ കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഡീറ്റെയിലിംഗ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോൾ, ഒരുപാട് ടൂളുകൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ സർഫസ് മോഡൽ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പം നമ്മൾ ബേസിക്കലി അതിനെ കൺവേർട്ട് ചെയ്ത് പോളിഗണലാക്കിയിട്ടാണ് ഡീറ്റെയിലിംഗ് പാർട്ടിലേക്ക് കൂടുതലും പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേഷനെ കുറിച്ച് അറിഞ്ഞു വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ.